അപ്പോ രാജമോനെ പിള്ളേരെയൊക്കെ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം സോഷ്യൽ മീഡിയ എന്തൊക്കെ പുകിലായിരുന്നു. എംബാപ്പെ ഉണ്ട്, ഡംബലി ഉണ്ട്, ദുബൈയുണ്ട്, പോലീസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. എവിടെ എവിടെ ഇവരൊക്കെ എവിടെയാണ്? തീരുമാനമായി. ഫ്രാൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോ ഇതില്ലാത്ത 2 ഗോളിന്റെ ഒരു കിടിലം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് സ്പെയിൻ. ലാമിൻ യമാലിന്റെ സ്പെയിൻ. യമാൽ കുറെ എന്തൊക്കെയോ പറഞ്ഞ് പൊലിപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം യമാലിനെ ട്രോളാൻ വേണ്ടി ഇരുന്നവർക്ക് എല്ലാവർക്കും കിട്ടി. വയറ് നിറഞ്ഞു കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് എത്ര മികച്ച അറ്റാക്ക് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. നല്ല രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ നിങ്ങൾക്ക് വേണം. സ്പെയിൻ അതുണ്ടായിരുന്നു. സ്പെയിൻ്റെ മിഡ്ഫീൽഡ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിഫൻസ് പൊളിയായിരുന്നു. അതായത് ഞാൻ ഈ ഒരു മാച്ചിന് മുമ്പ് പറഞ്ഞിരുന്നു, ഫ്രാൻസിന്റെ അറ്റാക്കിങ് വെച്ചിട്ട് ഈ ഒരു വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഡിഫൻസ് ആണ് സ്പെയിൻ്റെത്. എന്നാൽ പോലും ഡിഫൻസ് ഒരു ഗോളെങ്കിലും കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നത്. ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു വേൾഡ് കപ്പിൽ 16 ഗോൾ അടിച്ച ഫ്രാൻസിന് ഒരു ഗോൾ പോലും സ്പെയിനെതിരെ അടിക്കാൻ പറ്റിയില്ല. അതാണ് അവിടുത്തെ ഡിഫൻസിന്റെ ക്വാളിറ്റി. അതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം.